പാകിസ്ഥാനിൽ അജ്ഞാതൻ നടത്തിയ ഒരു അടിപൊളി പരിപാടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ആരംഭിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അജ്ഞാതൻ നടത്തുന്ന ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ശത്രുക്കളെ, പാകിസ്ഥാൻ്റെ അസറ്റുകളെ, ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന അസറ്റുകളെ തകർക്കുന്ന പരിപാടിയാണ് അജ്ഞാതൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇസ്ലാമാബാദിനടുത്തുള്ള ഷഹീൻ ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ നയൻ അവന്യൂ റോഡിൻ്റെ പേരാണ്. ആ റോഡിലൂടെ പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അസിം താരിഖ് നടന്നു വരുന്നു. കാറിൽ നിന്നിറങ്ങി അദ്ദേഹം തൊട്ടടുത്തൊരു ഷോപ്പിലേക്ക് കയറുകയാണ്. അതിനായി നടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരു കാഴ്ച. ഒരു മോട്ടോർ സൈക്കിളിൽ വന്നിരിക്കുന്ന 2 പേർ ഒരു യുവതിയുടെ കൈക്ക് പിടിക്കുന്നു. കൈക്ക് പിടിക്കുന്നത് കണ്ടപ്പോൾ ഈ യുവതി അയ്യോ ഹെൽപ്പ് മീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ അസിം താരിഖ് ചെറിയ പുള്ളിയല്ല കേട്ടോ, കാരണം അയാളുടെ പേര് പാകിസ്ഥാൻ സുവർണ ലിപികളിൽ എഴുതി വെച്ചിരിക്കുന്ന പേരാണ്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഒരു പ്രധാനപ്പെട്ട സംഭവം 2026 മാർച്ച് 16 നടന്നു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ഉമിത് ഡ്രഗ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്ന കാബൂളിലെ, അതായത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട കുട്ടികളെയും മുതിർന്നവരെയൊക്കെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന ഒരു ആശുപത്രി ഉമീദ് ഹോസ്പിറ്റൽ. ഈ ഉമീദ് ഹോസ്പിറ്റലിൽ 400ഓളം അന്തേവാസികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ മീതേക്ക് പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തി. അങ്ങനെ ഈ ആശുപത്രി തകർന്ന് 400ഓളം രോഗികൾ, മനോനില തെറ്റിയവർ, മയക്കുമരുന്നിൻ്റെ അടിപ്പെട്ട് ചികിത്സിച്ച് സുഖം പ്രാപിക്കാൻ വേണ്ടി സർക്കാർ ഇരുന്നവർ കൊല്ലപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ആരും കരഞ്ഞില്ല കേട്ടോ, കാരണം ഒരു പന്നിയെ വേറൊരു പന്നി കൊന്നാൽ എന്താണ് എന്നാണ് പൊതു സിദ്ധാന്തം. അതിൻ്റെ ഭാഗമായി ഒരു പ്രതിഷേധവും, രോഗികളെ കൊന്നു, ആശുപത്രി തകർത്തു എന്ന പേരിൽ ഒരു പ്രതിഷേധവും ആരും ഉയർത്തിയില്ല. അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ഉമീദ് ആശുപത്രി ആക്രമിച്ച് കൂട്ടക്കൊല നടത്തിയ പാകിസ്ഥാൻ എയർഫോഴ്സിലെ ഗ്രൂപ്പ് കമാൻഡർ ആണ് ഈ അസിം താരിഖ്. അപ്പോൾ അസിം താരിഖിൻ്റെ മുന്നിലാണ് ഒരു പെൺകുട്ടിയുടെ കൈക്ക് പിടിക്കുന്നത്. ഉടനെ അസിം താരിഖ് അങ്ങോട്ട് നടന്നു. അസിം താരിഖ് ഈ മോട്ടോർ ബൈക്കിലിരിക്കുന്ന 2 പേരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ വളരെ പെട്ടെന്നൊരു സംഭവം നടന്നു. ഈ പെൺകുട്ടി ഇവരുടെ കയ്യിൽ നിന്ന് പിടിവിടുവിച്ച് പെൺകുട്ടി നേരെ സ്ഥലം വിട്ടു. അവർ പെൺകുട്ടിയെ പിടിക്കാനോ എതിർക്കാനോ ഒന്നും പോയില്ല. അപ്പോൾ അവർക്ക്, ബൈക്കിലിരുന്നവർക്ക് മിലിറ്ററി വാഹനത്തിൽ വന്നിരുന്ന അസിം താരിഖിനെ തൊട്ടടുത്ത് കിട്ടി. പിന്നെ നടക്കേണ്ട കാര്യം കൃത്യമായി നടന്നു. അതായത് ബൈക്കിൻ്റെ പിന്നിലിരുന്ന ആൾ റിവോൾവർ വലിച്ചെടുത്ത് പോയിന്റ് ബ്ലാങ്കിൽ അയാളുടെ തലയ്ക്ക് വെടിവെച്ചു. അയാൾ ചത്തു. അപ്പോൾ ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നതേ ഉള്ളൂ. 1 മണിക്കൂർ മുമ്പ് നടന്നതാണ്. 1 മണിക്കൂർ മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് നടന്ന ഇങ്ങനെ സംഭവത്തെക്കുറിച്ച് വാർത്തകൾ വരുന്നതേ ഉള്ളൂ. അത് ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായി നിങ്ങളോട് പറയുന്നത് ഇന്ത്യ ലൈവാണ്. മാത്രമല്ല, മലയാളത്തിൽ ആദ്യമായി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ വേറെ ആരും പറയാൻ പോകുന്നില്ല. ഇവിടുത്തെ ഏതെങ്കിലും ചാനലുകാർ ഇന്ത്യയുടെ ശത്രുക്കളെ അജ്ഞാതർ, ലോകത്തെവിടെയെങ്കിലും ആട്ടെ, അജ്ഞാതർ തീർക്കുന്നതിനെക്കുറിച്ച് വലിയ ആഘോഷം നടത്താറുണ്ടോ? കാരണം കൊല്ലപ്പെടുന്നത് മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. തീവ്രവാദത്തിന് മതമുണ്ടോ എന്ന് ചോദിച്ചാൽ പിടിക്കപ്പെടുന്ന, കൊല്ലപ്പെടുന്ന തീവ്രവാദികൾക്ക് മതമുണ്ട്. ഇപ്പോൾ കാശ്മീരിലെ ഷോപ്പിയാനിൽ 2 തീവ്രവാദികൾ, ഇന്ത്യക്കാരായ 2 ഭീകരന്മാരെ തിരഞ്ഞ് നമ്മുടെ പട്ടാളം ആ പ്രദേശം വളഞ്ഞ് സെർച്ച് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പത്രങ്ങളിൽ വാർത്ത പറയുന്നുണ്ട്, അതേക്കുറിച്ച് എത്ര പത്രങ്ങൾ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്, എത്ര ചാനലുകളിൽ ചർച്ച നടക്കുന്നുണ്ട്? ഇല്ല. മാത്രമല്ല, നമ്മുടെ മലയാളത്തിലെ ഒരു മാധ്യമം, റിപ്പോർട്ടർ എന്ന് പറയുന്ന മാധ്യമം, അതിൻ്റെ വാർത്ത കൊടുത്തത് എങ്ങനെയാണെന്നറിയോ? ഷോപ്പിയാനിൽ ലഷ്കർ പ്രവർത്തകർ, CPM പ്രവർത്തകർ എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യക്കാരെ കൊല്ലാൻ, ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ പാകിസ്ഥാൻ അയച്ചിരിക്കുന്ന ഭീകരരെ നമ്മുടെ റിപ്പോർട്ടർ മരംമുറി ചാനൽ വിളിക്കുന്നത് പ്രവർത്തകർ, ലഷ്കർ പ്രവർത്തകർ. എന്തിന്? ഇവിടെ ഭീകരവാദികളെ, ലഷ്കർ ഇ തയ്ബയുടെ ആളുകളെ പ്രകീർത്തിച്ചുകൊണ്ട് സിനിമയുണ്ടാക്കുന്ന രായപ്പന്മാരുടെ നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് അതിൽ വലിയ പുതുമയൊന്നുമില്ല. ഏതായാലും ലത്തീഫ് എന്നും സക്കീർ എന്ന് പറയുന്ന 2 ഭീകരന്മാർ കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സൈന്യം ഷോപ്പിയാനിൽ അവിടെ വളഞ്ഞ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തയില്ല. ഷോപ്പിയാനിലെ ചാന്ദ് പോക ഏരിയയിലാണ് ഈ തെരച്ചിൽ ഇപ്പോൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് പാകിസ്ഥാൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ കാബൂളിൽ വലിയ ഓപ്പറേഷൻ നടത്തിയ, അഫ്ഗാനിസ്ഥാനെ തകർക്കാനുള്ള, അഫ്ഗാനിസ്ഥാനിലെ മനുഷ്യരെ, പാവപ്പെട്ട മനുഷ്യരെ വിമാനത്തിൽ പോയി മിസൈൽ അയച്ച് കൊലപ്പെടുത്തിയ പാകിസ്ഥാൻ്റെ വീരനായകൻ തെരുവിൽ വെടിയേറ്റ് ചത്തുമലച്ചത്. ഇപ്പോൾ ജൂൺ 27-ാം തീയതി, ഇപ്പോൾ കഷ്ടിച്ച് ഒരാഴ്ച കഴിയുന്നതല്ലേ ഉള്ളൂ. ജൂൺ 27-ാം തീയതി എന്താണെന്ന് കറാച്ചിയിലെ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന ഗുലിസ്ഥാൻ ഈ ജൗഹർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടേക്ക് അതിൻ്റെ മെയിൻ ഗേറ്റ് തകർത്ത്
ഒരു ട്രക്ക് പാഞ്ഞു വന്നു, ട്രക്കിലിരിക്കുന്നവർ ചുറ്റുപാടുക്കും ഗ്രനേഡുകൾ എറിഞ്ഞു, വെടിവെപ്പ് 45 മിനിറ്റ് വെടിവെപ്പ് നടന്നു. നിരവധി പട്ടാളക്കാർ, അനൗദ്യോഗികമായ കണക്കുകൾ പറയുന്നത് 100-ലേറെ പാകിസ്ഥാൻ റേഞ്ചർമാർ കൊല്ലപ്പെട്ടു എന്നാണ്. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് 4 പേര് കൊല്ലപ്പെട്ടു, ഭീകരന്മാരെയൊക്കെ ഞങ്ങൾ വെടിവെച്ചു കൊന്നു. ഈ ഭീകരന്മാർ ജമാഅത്തുൽ അഹ്റാർ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയിൽപ്പെട്ടവരാണ്. ഈ ജമാഅത്തുൽ അഹ്റാർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രോക്സിയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, ഇറാൻ്റെ പ്രോക്സികൾ ഹൂത്തികൾ, ഇറാൻ്റെ പ്രോക്സികൾ ലബനോണിലെ ഹിസ്ബുള്ള എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യ പാകിസ്ഥാനിൽ അയച്ചിരിക്കുന്ന പ്രോക്സികളെന്ന് പാകിസ്ഥാൻ കുറേ കാലമായി നിലവിളിക്കുന്ന സംഘടനകളാണ് BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, TTP, തെഹ്രീക്ക് താലിബാൻ. കാബൂളിൽ നിന്നുള്ള ധനസഹായം കൊണ്ട് താലിബാൻ്റെ ആശയങ്ങൾ പഷ്തൂൺഖാ മേഖലയൊക്കെ തങ്ങളുടേതാണ് എന്ന് പറയുന്ന, അത് വേറെ രാജ്യമാണ് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമാക്കണമെന്ന് പറയുന്ന TTP, പിന്നെ നമ്മളിപ്പോൾ ആദ്യമായി കേൾക്കുന്ന ജമാഅത്തുൽ അഹ്റാർ. ഇതൊക്കെ ഇന്ത്യൻ ഏജൻസികൾ പണവും ആയുധങ്ങളും കൊടുത്ത് പരിപാലിച്ചു വരുന്ന, പോറ്റി വളർത്തുന്ന സംഘടനകളാണ് എന്ന് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ജൂൺ 27 ആക്രമണം കഴിഞ്ഞപ്പോഴും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ നാട്ടിലുള്ള ഭീകരന്മാരെ ഒതുക്കാൻ നോക്കുക, എന്നിട്ട് ഞങ്ങളുടെ നേരെ കൈ ചൂണ്ടെന്ന് പറഞ്ഞു. കാരണം പാകിസ്ഥാൻ ഉൽപ്പാദിപ്പിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വ്യവസായ വസ്തുക്കളല്ല, അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളല്ല, മറിച്ച് ഭീകരവാദികളെ പരിപാലിപ്പിക്കുന്ന, പെറ്റുപെരുക്കുന്ന ഒരു ഹാച്ചറിയായി മാറിയിരിക്കുന്ന പാകിസ്ഥാനിൽ സ്വാഭാവികമായും ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ഈ ഭീകരവാദികൾ പാകിസ്ഥാനെ ആക്രമിക്കും. അല്ലാതെ ഇന്ത്യ കാബൂളിലേക്ക് ആംബുലൻസുകൾ അയച്ചപ്പോൾ അതിൽ നിറയെ ആയുധം കൊടുത്തയച്ചു. ആ ആയുധങ്ങളാണ് BLAക്കും TTPക്കും ഇപ്പോൾ ഈ പറയുന്ന ജമാഅത്തുൽ അഹ്റാറിനുമൊക്കെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ പാകിസ്ഥാൻ തെളിയിക്കേണ്ടി വരും. ഏതായാലും നമ്മുടെ രാജ്യം പറയുന്നുണ്ട് നമുക്ക് ഇതിലൊന്നും പങ്കില്ല. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ നുഴഞ്ഞു കയറ്റാൻ അയക്കുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ എക്കാലത്തെയും അജണ്ടയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പഹൽഗാം ഭീകരാക്രമണം നടക്കുകയും നമ്മുടെ സഹോദരങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ച് കൊല്ലപ്പെടുകയും ചെയ്തത്. നമ്മളതിൻ്റെ പകരമായി സിന്ധു വാട്ടർ ട്രീറ്റി റദ്ദാക്കി. അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? പാകിസ്ഥാനിലെ മന്ത്രിമാർ ഇങ്ങനെ വന്നിട്ട് തെറി പറയുന്നു, ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പറയുന്നു. ഒരു മന്ത്രി വന്നിട്ട് പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈവെട്ടു എന്ന് പറയുന്നു. സ്വന്തം തള്ളയെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, ബിലാവൽ ഭൂട്ടോ. അയാൾ പറഞ്ഞു വേണ്ടി വന്ന പാകിസ്ഥാൻ ആണവായുധം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കണമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വീരവാദം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രതികരിക്കാനൊന്നും പോയില്ല. നമ്മൾ നിശബ്ദമായി നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള പണിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അജ്ഞാതൻ അവരുടെ പണി, അവരെ ആരോ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നല്ല വൃത്തിയായി ചെയ്യുന്നുണ്ട്. ഏതായാലും 72 ഹൂറിമാരാണല്ലോ ഈ ഉടലോടെ സ്വർഗത്തിലോട്ട് ചെല്ലുമ്പോൾ കിട്ടുന്നത്. അവർക്ക് അങ്ങനെ എത്രയും പെട്ടെന്ന് ഹൂറിമാരെ കിട്ടാൻ ഈ ഭീകരന്മാർക്ക് എല്ലാ സഹായവും അജ്ഞാതൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏതായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ അജ്ഞാതൻ അവരുടെ ജോലി പ്രശംസനീയമാം വിധം ചെയ്തുകൊണ്ടിരിക്കെ ഒട്ടും വൈകാതെ അതിൻ്റെ ചൂടാറാതെ ഇന്ത്യ ലൈവ് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളെ കൊന്നൊടുക്കുന്ന അജ്ഞാതൻ ഏതായാലും ഇന്ത്യക്കാരായ നമുക്ക് ഹീറോകളാണ്. നമ്മുടെ ശത്രുക്കൾ നശിച്ച് പണ്ടാരടങ്ങിപ്പോകട്ടെ, അവനെ വെടിയുണ്ട തന്നെ അവരെ തിന്നട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് നിങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ഉറപ്പായും ചെയ്യണേ.